നമ്മളുടെ കാഴ്ചപ്പാടിനെ നമ്മൾ എങ്ങനെയാണ് സിവിൽ സർവീസ് എക്സാമിനെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സിവിൽ സർവീസ് എക്സാമിന് അവർ 100 ചോദ്യങ്ങൾ ചോദിക്കും. 200 മാർക്കാണ് പ്രിലിംസിന്റെ ഫസ്റ്റ് പേപ്പറിലുള്ളത്. എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൽ 45% മാർക്ക്, അതായത് 90 മാർക്കിന് മുകളിൽ വാങ്ങാൻ പറ്റാത്തത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നമ്മൾ ഇതുവരെ നമ്മുടെ കാഴ്ചപ്പാടിലാണ് എക്സാമിനെ നോക്കുന്നുണ്ടായിരുന്നത്. ഇനി ഞാൻ തിരിച്ച് UPSCയുടെ കാഴ്ചപ്പാടിലെ എക്സാമിനെ നോക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തൊക്കെയാണ് ആ ക്വാളിറ്റീസ് വേണ്ടതെന്നും ആ ക്വാളിറ്റീസ് നമുക്ക് എങ്ങനെ അക്വയർ ചെയ്യാം എന്നുള്ളതാണ്, എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതാണ്. സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു വെല്ലുവിളി നിറഞ്ഞതാണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. അപ്പോൾ ഈ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ ഇഷ്യൂ കൊണ്ടുണ്ടാകുന്നതാണ്. മറിച്ച് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾക്ക് അവരൊരു ട്രാൻസ്ഫോർമേഷന് വിധേയമാകാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രിപ്പറേഷൻ എൻജോയബിളും അതിനെ നമുക്ക് വളരെ രസകരമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കി കാണുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണിയെ ട്രാൻസ്ഫോം ചെയ്യാം, നിങ്ങൾക്കൊരു IAS ഓഫീസർ ആയി മാറാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ നമ്മൾക്ക് 7 വീഡിയോസ് ആണുള്ളത്. അതിൽ ആദ്യത്തെ സെഷനാണിത്. ഇതിൽ നിങ്ങൾക്ക് സിവിൽ സർവീസ് പ്രിപ്പറേഷനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളെ നമ്മളൊന്ന് റീഷേപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന നിലവിലുള്ള കാഴ്ചപ്പാടുകളെ മാറ്റിക്കൊണ്ട് പുതിയ കാഴ്ചപ്പാട് എങ്ങനെയാണ് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്നത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അടുത്ത സെഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, ആ ഒരു പ്രിപ്പറേഷൻ ജേർണിയിലൂടെ നിങ്ങൾക്ക് എന്ത് ട്രാൻസ്ഫോർമേഷൻ ആണ് വേണ്ടതായിട്ടുള്ളത്, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് എങ്ങനെ റൂട്ടീൻ ജേർണിയിലൂടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും, അതുവഴി അനലൈസ് ചെയ്ത് നമുക്ക് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് വരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റും. പിന്നീട് മെന്ററുടെ റോൾ എന്താണ്, അതിനുശേഷം നമ്മൾ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത്രയും പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഓൾറെഡി സിവിൽ സർവീസ് പ്രിപ്പറേഷനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങളെ അറിയാം, അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് ഇവിടെ പറയാനുണ്ടാവുക എന്നുള്ളത്, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കോഴ്സിലേക്ക് പോകാം. ആദ്യത്തെ സെഷൻ, ഇന്നത്തെ സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ സിവിൽ സർവീസ് എക്സാമുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളെ നമ്മളൊന്ന് റീഷേപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ സിലബസിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ ഒന്നുമല്ല പറയുന്നത്, അതെല്ലാം എല്ലാവർക്കും അറിയാം. നമ്മളുടെ കാഴ്ചപ്പാടിനെ നമ്മൾ എങ്ങനെയാണ് സിവിൽ സർവീസ് എക്സാമിനെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തുകൊണ്ടാണ് സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണെന്ന് വെച്ചു. എന്തുകൊണ്ടാണ് നിങ്ങൾ സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്? അപ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഉത്തരങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ടാവും. ചില ആൾക്കാർ പറയും ഇതൊരു ബെറ്റർ ആയിട്ടുള്ള ജോബാണ്, നല്ലൊരു ജോബാണ്, പ്രത്യേകിച്ചും നല്ല സാലറിയിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ജോബാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ പറയും എൻ്റെ ആറ്റിറ്റ്യൂഡിന് അല്ലെങ്കിൽ എൻ്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള സ്യൂട്ട് ചെയ്യുന്ന ഒരു ജോബാണ് IAS എന്ന് പറയുന്നത്. ചില ആൾക്കാർ പറയും എൻ്റെ ഡ്രീം ജോബാണ്, കാരണം ചെറുപ്പകാലത്ത് മുതൽ തന്നെ ഈ ഒരു ജോബിനെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ആശിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിവിൽ സർവീസ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത്. ഇനി ഇതിലും വ്യത്യസ്തമായിട്ടുള്ള ആൻസേഴ്സ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും, കാരണം ഓരോരോ ആൾക്കാരും വ്യത്യസ്തമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. സോ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലൂടെ വരുന്ന ആൾക്കാരുണ്ട്. എത്ര പേര് ഈ ഒരു സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ലക്ഷക്കണക്കിന് ആൾക്കാർ ചെയ്യുന്നുണ്ട്. കുറഞ്ഞത് 10 ലക്ഷം ആൾക്കാരെങ്കിലും സിവിൽ സർവീസിനെ ഒരേ സമയം പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് നമ്മുടെ രാജ്യത്ത് പറയാൻ പറ്റും. അതിലൊരാളാണ് നിങ്ങൾ. ഓക്കെ, അപ്പൊ നിങ്ങളും ഈ ഒരു സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ബാക്കി 9,99,999 പേരും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതാണ്. കാരണം എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഉത്തരങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാവുക. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉത്തരം നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊരു വ്യത്യാസമാണല്ലേ. പക്ഷേ നമ്മൾ ഈ പറയുന്ന എല്ലാ ആൾക്കാർക്കും 9,99,999 ആൾക്കാർക്കും ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടൊന്നും ഉണ്ടാവില്ല അല്ലെ. പക്ഷേ നമ്മൾ ഇവിടെ ഇനി ഒരു സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോവുകയാണ്. ഈ ഒരു 10 ലക്ഷം ആൾക്കാർ നമുക്കറിയാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നറിയാം. ഈ 10 ലക്ഷം ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നിങ്ങളെ ഭീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് കണക്കുകൾ നിരത്തുമ്പോൾ പറയാറുണ്ട്, ഇതിൽ വെറും 15,000-ൽ താഴെ ആൾക്കാർ മാത്രമാണ് സിവിൽ സർവീസ് എക്സാമിന്റെ പ്രിലിംസ് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സക്സസ് റേറ്റ് ലെസ് ദാൻ 0.01% ആണ് എന്നൊക്കെ രീതിയിൽ പറയാറുണ്ട്. പിന്നീട് ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് 1,100 ആൾക്കാർ മാത്രമേ വരുള്ളൂ. അപ്പൊ ഇതിനെ കൗണ്ടർ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. കാരണം ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന 15,000 ആൾക്കാരാണ്
പ്രിലിംസ് ക്ലിയർ ആവുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലേ? പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. നിങ്ങൾ ഈ 10 ലക്ഷത്തിലുള്ള ഒരാളാണ്. പക്ഷേ സിവിൽ സർവീസ് എക്സാമിന് അവർ 100 ചോദ്യങ്ങൾ ചോദിക്കും. 200 മാർക്കാണ് പ്രിലിംസിന്റെ ഫസ്റ്റ് പേപ്പറിലുള്ളത്. എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൽ 45% മാർക്ക്, അതായത് 90 മാർക്കിന് മുകളിൽ വാങ്ങാൻ പറ്റാത്തത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതായത് ഈ ഒരു 15,000-ൽ നിങ്ങൾ പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് റിലേറ്റീവ് ആണ് അല്ലേ? കോമ്പറ്റീഷനെ ബേസ് ചെയ്തിട്ടാണ്. കാരണം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു അത്രയും മാർക്ക് വേണം. പക്ഷെ എൻ്റെ ചോദ്യം അതല്ല. നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നിങ്ങൾ നന്നായിട്ട് റിവിഷൻ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്, പോകുന്നുണ്ട്. പക്ഷേ പ്രിലിംസ് എക്സാമിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് 90-ലധികം മാർക്ക് വാങ്ങാൻ പറ്റുന്നില്ല? 100-ൽ 100 വാങ്ങുന്ന കാര്യമല്ല പറയുന്നത്. 50% പോലും വേണ്ട, വെറും 45% മാർക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം അത് ഇൻഡിവിജ്വൽ ലെവലിലാണ്, നിങ്ങളുടെ ലെവലിൽ നിങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുള്ള പ്രശ്നമാണ്. ഈ ഒരു പ്രശ്നത്തെയാണ് നമ്മൾ പ്രധാനമായിട്ടും അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് എക്സാമിനെ കുറിച്ചോ അതിൽ എത്ര പേര് കോമ്പറ്റ് ചെയ്യുന്നു എന്ന കാര്യത്തെ സംബന്ധിച്ചല്ല. നിങ്ങളുടെ ഇൻഡിവിജ്വൽ ലെവലിലേക്ക് ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രിലിംസിൽ 90-ലധികം മാർക്ക് മേടിക്കാൻ പറ്റുന്നില്ല? ഈവൻ മെയിൻസിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് 800-ലധികം മാർക്ക് മെയിൻസിന് വാങ്ങാൻ വേണ്ടി പറ്റുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിനുശേഷം പേഴ്സണാലിറ്റി ടെസ്റ്റിൽ പോയി കഴിഞ്ഞാൽ 170 അല്ലെങ്കിൽ 160-ലധികം മാർക്ക് വാങ്ങാൻ പറ്റുന്നില്ല? അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ ലെവലിലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങളെ സിവിൽ സർവീസ് എക്സാമിൽ നിന്ന് പിന്നോട്ടടിപ്പിക്കുന്നത്. അല്ലാതെ മത്സരത്തിന്റെ കോമ്പറ്റീഷനോ മത്സരത്തിൽ എത്ര പേര് പങ്കെടുക്കുന്നുണ്ടെന്നോ മറ്റുള്ളവർ എങ്ങനെ പഠിക്കുന്നു ഒന്നുമല്ല. നിങ്ങൾക്ക് പ്രിലിംസിൽ 90-ലധികം മാർക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പ്രിലിംസ് പാസ്സാവും. നിങ്ങൾക്ക് മെയിൻസിൽ 800-ലധികം മാർക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മെയിൻസ് പാസ്സാവും. നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ 160+ മാർക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും. സോ നമ്മുടെ പ്രശ്നം ഇൻഡിവിജ്വൽ ലെവലിലേക്ക് ഒതുക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ടാർഗറ്റ് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രമായിട്ട് ചുരുക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഇതിനെ നോക്കാൻ വേണ്ടി പോവാണ്. എന്താണ് ഇവിടുത്തെ ആക്ച്വൽ പ്രശ്നം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ആക്ച്വൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്ന് തന്നെ അതൊരു ബോറിംഗ് ആയിട്ടുള്ള പരിപാടിയാണെന്നുള്ളത് അല്ലേ? സിലബസ് എടുത്തെടുക്കുക, ഒരുപാട് കാര്യങ്ങൾ സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ടെന്ന് വെച്ചാൽ ഒരു വർഷങ്ങളോളം പഠിച്ചാലും തീരാത്ത അത്ര കണ്ടന്റുകളുണ്ട്. സോ സിലബസ് പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ചാലഞ്ചിങ് ആണ്. ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മിച്ച് വെക്കുക എന്ന് പറയുന്നത് അതിലും ചാലഞ്ചിങ് ആണ്. ഇതെല്ലാം കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് അതിലെ ചോദ്യങ്ങളെ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അതിലും ചാലഞ്ചിങ് ആണ്. സോ ഓവറോൾ സിവിൽ സർവീസ് എക്സാം പ്രിപ്പറേഷൻ ഇറ്റ്സ് എ ബോറിംഗ് ടാസ്ക്. പക്ഷേ ഈ ബോറിംഗ് ടാസ്കിലൂടെ കടന്നു പോയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിലിംസ് പാസ്സാവാനും മെയിൻസ് പാസ്സാവാനും പേഴ്സണാലിറ്റി ടെസ്റ്റ് പാസ്സാവാനായിട്ട്. നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്തിനാണ് UPSC ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്? കുറച്ച് താല്പര്യമുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും ഒരു മെക്കാനിസം ചെയ്താൽ പോരെ, ഇങ്ങനെ 3 സ്റ്റേജിലൂടെയൊക്കെ ചെയ്യേണ്ടതില്ല ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നോക്കി കാണേണ്ടതായിട്ടുള്ളത്. നമ്മൾ ഇവിടെ ചിന്തിക്കുന്ന കാര്യം, നമ്മൾ UPSC പ്രിപ്പറേഷനെ നോക്കി കാണുന്നത് നമ്മളുടെ കാഴ്ചപ്പാടിലാണ്. അതായത് നമ്മുടെ പേഴ്സണൽ വ്യൂവിലാണ് നമ്മൾ UPSC പ്രിപ്പറേഷനെ നോക്കുന്നത്. അപ്പം നിങ്ങളുടെ UPSC പ്രിപ്പറേഷനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ UPSC പ്രിപ്പറേഷൻ അല്ലെങ്കിൽ UPSC സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യാം എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും നന്നായിട്ട് പഠിക്കുക, സിലബസ് പ്രകാരം നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. സിലബസ് പ്രകാരം നന്നായിട്ട് പഠിക്കുക, ആ പഠിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക എന്നുള്ളതാണ്. അതിനുശേഷം പ്രാക്ടീസ് ചെയ്യുക, എക്സാം ക്ലിയർ ആവും. ഓക്കെ, ഇതാണ് നമ്മളുടെ കാഴ്ചപ്പാടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു എക്സാമിനെ അല്ലെങ്കിൽ ഈ ഒരു സിവിൽ സർവീസ് എക്സാമിനെ നമ്മൾ മറ്റെല്ലാ എക്സാമുകളെ പോലെ തന്നെ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റും എന്ന കാഴ്ചപ്പാടിലൂടെയാണ് നോക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറ്റും, പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുത്തെ കണ്ടന്റ് ഇസ് വെരി ഹ്യൂജ് എന്നുള്ളതാണ്. അപ്പോൾ ഈ വെരി ഹ്യൂജ് കണ്ടന്റിനെ നമ്മൾ ഈ ഒരു രീതിയിലൂടെയാണ് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ നമ്മൾ പകുതിയിൽ വെച്ചിട്ട് നിർത്തിപ്പോകാനും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനാണ് സാധ്യത. അതാണ് ഭൂരിഭാഗം ആൾക്കാരുടെയും ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രിപ്പറേഷനിൽ കാണുന്നതായിട്ടുള്ളത്. ഇവിടെ ഞാൻ ആ കാഴ്ചപ്പാടിനെ ഒന്ന് മറിക്കുകയാണ്. ഇവിടെ 2 ആൾക്കാരുണ്ട് അല്ലേ? ഒന്ന് നിങ്ങളാണ്, ഓക്കെ. മറ്റേ സൈഡിൽ ആരാളെ? മറ്റേ സൈഡിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട്. നമ്മൾ ഇതുവരെ നമ്മുടെ കാഴ്ചപ്പാടിലാണ് എക്സാമിനെ നോക്കുന്നുണ്ടായിരുന്നത്. ഇനി ഞാൻ തിരിച്ച് UPSCയുടെ കാഴ്ചപ്പാടിൽ എക്സാമിനെ നോക്കാൻ വേണ്ടി പോവാണ്. സോ UPSCയുടെ കാഴ്ചപ്പാടിൽ എക്സാമിനെ നോക്കുന്നത് കൊണ്ട് എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
UPSC നിങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സോ അവർക്ക് ആരെയാണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അത്തരത്തിലുള്ള ഒരാളായിട്ട് നമ്മൾ മാറിയാൽ മതിയല്ലോ. അത്തരത്തിലുള്ള ഒരാളായിട്ട് നമ്മൾ മാറാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാം പാസ് ചെയ്യാം. കാരണം അത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാനാണ് അവർ ഈ എക്സാം നടത്തുന്നത്. സോ നമുക്ക് എക്സാം എളുപ്പമായി മാറും. സോ നമ്മളുടെ അൾട്ടിമേറ്റ് എയിം ഇവിടത്തേക്ക് ചുരുങ്ങി. അതായത് UPSC എന്താണ് ആവശ്യപ്പെടുന്നത്, UPSCക്ക് ആരെയാണ് വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. UPSCക്ക് ആരെയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരാളായിട്ട് നമ്മൾ മാറാൻ വേണ്ടി ശ്രമിക്കും. സോ ദാറ്റ് UPSCക്ക് വേണ്ട ആൾക്കാരെ നമ്മളായിട്ട് മാറും. നമ്മൾ വളരെ വേഗത്തിൽ UPSC അബ്സോർവ് ചെയ്യും. ഇവിടെ എക്സാം എന്ന് പറയുന്നത് പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിൽട്ടറിങ് മാത്രമാണ്, അല്ലെ? ഒരു ഫിൽട്ടർ മാത്രമാണ് അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 ഫണൽ പോലെയാണ് ഈ ഒരു എക്സാം വർക്ക് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ഫണലിനെ കുറിച്ചിട്ട് ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആ ഫണലിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് UPSC സിവിൽ സർവീസ് എക്സാമിനെ നമ്മൾ UPSCയുടെ വ്യൂ പോയിന്റിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, UPSC, നിങ്ങളാണ് UPSC ഉള്ള ആൾക്കാർ എന്ന് വിചാരിച്ചോ. നമ്മളിവിടെ നേരെ വ്യൂ പോയിന്റ് മാറ്റുവാണ്. നമ്മളാണ് UPSC. ഓക്കെ, നമുക്ക് ആരെയാണ് വേണ്ടത്? നമുക്ക് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ വേണം, അല്ലെ? കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ആസ്പിരൻസിനെ വേണം. ഒരുപാട് ആൾക്കാരുണ്ട്, 10 ലക്ഷത്തോളം ആൾക്കാരുണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. ഓക്കെ, അപ്പൊ ഈ ബ്രൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വേഗ് ആയിട്ടുള്ള ടേം ആണല്ലേ. സോ ഇവരെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3 എക്സാംസ് നടത്താം. ഓക്കെ, ഒന്നാമത്തെ എക്സാം പ്രിലിംസ് എന്ന് പറയും. അതിൽ നമ്മൾ ഭൂരിഭാഗം ആൾക്കാരെയും ഫിൽട്ടർ ചെയ്ത് കളയും. അതിനുശേഷം മെയിൻസ് എന്ന് പറഞ്ഞൊരു എക്സാം നടത്തും. അതിലും കുറെ ആൾക്കാരെ ഫിൽട്ടർ ചെയ്ത് കഴിയും. അതിനുശേഷം പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട്. അതിലൂടെ നമ്മൾ കുറെ ആൾക്കാരെ ഫിൽട്ടർ ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള 1100 ആൾക്കാരെ കിട്ടും. ഈ ബ്രൈറ്റ് എന്ന് പറയുന്ന ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളങ്ങുന്ന എന്ന് മാത്രമേ ഉള്ളൂ. അതായത് സോ ദാറ്റ് ആ ഫിൽട്ടറിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ എന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കര ബുദ്ധിമാൻ എന്നുള്ള അർത്ഥമൊന്നുമല്ല. ഓക്കെ, അപ്പൊ UPSC ഇതാണ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പൊ ഇനി UPSCക്ക് പ്രിലിംസിൽ ഈ ബ്രൈറ്റ് എന്ന് പറയുന്നത് UPSCയുടെ കാഴ്ചപ്പാടിൽ എന്താണെന്ന് നോക്കണം. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയർന്നു വരുവാണെങ്കിൽ ഇതിലൂടെ നമുക്ക് ഫിൽട്ടറിലൂടെ നമുക്ക് കടന്നു പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ UPSC എന്താണ് ശരിക്കും അസസ് ചെയ്യുന്നതായിട്ടുള്ളത്. അവർക്ക് ആരെയാ വേണ്ടത്? അവർക്ക് വേണ്ടത് ഇന്ത്യയുടെ ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചറിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുക, എടുക്കാൻ പറ്റിയ വളരെ മികച്ച കുറച്ച് ആൾക്കാരെ, വളരെ യങ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെയാണ് വേണ്ടത്. യങ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. അതുകൊണ്ടാണ് 32 വയസ്സ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് യങ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. അതുപോലെ തന്നെ അവർക്ക് കുറച്ച് കഴിവുകൾ വേണം, അല്ലെ? കഴിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UPSC എന്താ ചെയ്യുന്നത്? UPSC എക്സാം നടത്തുന്നു. കുറച്ച് ആൾക്കാരെ 1100 ആൾക്കാരെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഇടുന്നു, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. അവരെ ട്രെയിനിങ് കൊടുത്തിട്ട് അവരെന്താക്കി മാറ്റുവാണ്? അവര് ജോബിനായിട്ട് അപ്പോയിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് ഈ ജോബിന് സ്യൂട്ട് ആക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ, ആ ഒരു ട്രെയിനിങ്ങിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെയാണ് അവർക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കേണ്ടതായിട്ടുള്ളത്. സോ ആ ട്രെയിനിങ്ങിന് സ്യൂട്ട് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ അവർക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. സോ ഈ ട്രെയിനിങ്ങിന് സ്യൂട്ട് ആയിട്ടുള്ള ആൾക്കാർ, അതായത് നിങ്ങളൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ട്രെയിനിങ്ങിന് സ്യൂട്ട് ആവുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ആ ഒരു ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരാണ്, അല്ലേ? സോ നിങ്ങൾ സിവിൽ സർവീസ് എക്സാം പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങൾക്കിവിടെ വേണ്ടതായിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പോൾ എന്താണ് ഈ ഒരു UPSC ഡിമാൻഡ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളൊരു IAS കാരനാവുന്നതിന് മുന്നേ തന്നെ ഒരു IAS കാരൻ്റെതായിട്ടുള്ള ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഒരു IPS കാരൻ്റെതായിട്ടുള്ള ക്വാളിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടാവണം. സോ ദാറ്റ് അവർക്ക് ട്രെയിനിങ് വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ അവർക്ക് വളരെ വേഗത്തിൽ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റണം. സോ ദാറ്റ് അവർക്ക് വളരെ വേഗത്തിൽ ഇന്ത്യൻ സർവീസിലേക്ക് നിങ്ങളെ വിടാൻ വേണ്ടി പറ്റണം. അപ്പോൾ നല്ല ട്രെയിനിങ് അവർ തരും. പക്ഷെ ആ ട്രെയിനിങ് അബ്സോർബ് ചെയ്ത് അതിനനുസരിച്ച് മാറാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ ആയിരിക്കണം അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി, അല്ലേ? UPSC ട്രെയിനിങ്ങിൽ എന്താ ചെയ്യുന്നത് അത് നോക്കിയാൽ മതി. എന്താണ് ഒരു IAS ഓഫീസർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്ന് നമ്മൾ നോക്കിയാൽ മതി, അല്ലേ? അപ്പോൾ ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഉദാഹരണത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ജില്ലയുടെ കളക്ടറാണെന്ന് വെച്ചോ. നിങ്ങളാണ് ഒരു ജില്ലയുടെ കളക്ടർ. അത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന ജില്ലയുടെ കളക്ടറാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങളാണ് കളക്ടർ ആയിട്ടുള്ളത്. അപ്പം അവിടെ നിങ്ങളുടെ NHന്റെ ഡെവലപ്മെന്റ്, നാഷണൽ ഹൈവേയുടെ ഡെവലപ്മെന്റ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നാഷണൽ ഹൈവേയുടെ ഡെവലപ്മെന്റ് ലാൻഡ് അക്വയർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഹൈവേ പണിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ദിവസം നിങ്ങളുടെ ഓഫീസിലേക്ക് കുറച്ച് നാട്ടുകാർ വരികയാണ്. കുറച്ച് നാട്ടുകാർ വന്നിട്ട് പറയുകയാണ്, സർ ഞങ്ങൾക്കൊരു ഇഷ്യൂ ഉണ്ട്. അപ്പം നിങ്ങൾ ചോദിച്ചു എന്താണ് ഇഷ്യൂ? അവർ പറഞ്ഞു, സർ നാഷണൽ ഹൈവേയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ലാൻഡ് ഇപ്പം അക്വയർ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഈ ലാൻഡ് അക്വയർ ചെയ്തതിന്റെ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ, അതായത് ആ ലാൻഡ് അക്വയർ ചെയ്തതിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മളുടെ വില്ലേജ് ഉള്ളത്. ഓക്കെ, നമ്മുടെ വില്ലേജ് ഉള്ളത്, നമ്മൾ അതിന്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്, NHന്റെ സൈഡിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഇപ്പോൾ ലാൻഡ് അക്വയർ ചെയ്ത സമയത്ത്, ഭൂമി അക്വയർ ചെയ്ത സമയത്ത് നമ്മുടെ വില്ലേജിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കുളം അല്ലെങ്കിൽ ഒരു പോണ്ട് ഉണ്ടായിരുന്നു. ഈ പോണ്ട് ഇപ്പം NHന്റെ അക്വയർ ചെയ്ത ഏരിയയിലാണ് വരുന്നത്. അപ്പോൾ ഈ NH പണിയുന്ന സമയത്ത് ഈ പോണ്ട് എന്ത് ചെയ്യും, മണ്ണിട്ട് നികത്തും. എന്നിട്ട് അതിന്റെ മുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, NH പണിയുന്നതായിട്ടുള്ളത്. ഓക്കെ, ആ പോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമിയാണ്, സർക്കാരിന്റെ ഭൂമിയാണ്, നമ്മുടെ ആരുടെയും ഭൂമിയല്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോണ്ടിനെ നികത്തിക്കൊണ്ടാണ്. അപ്പോൾ കളക്ടർ പറയും, ഈ വിഷയം എനിക്ക് അറിയാം എന്ന് പറയും. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഈ വിഷയം എനിക്കറിയാം. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു, സാറേ 2 പ്രശ്നമാണുള്ളത്. ഒന്ന്, നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഏരിയ ആണ്. അതായത് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഈ വില്ലേജിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വെള്ളക്കെട്ട് ഉണ്ടാവും. അതായത് ഇവിടെ ഫ്ലഡ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നേരത്തെ മഴ പെയ്തു കഴിഞ്ഞാൽ ആ വെള്ളം മുഴുവൻ ഒലിച്ചു പോയിക്കൊണ്ടിരുന്ന ഈ പോണ്ടിലേക്കായിരുന്നു, കുളത്തിലേക്കായിരുന്നു. ആ പോണ്ട് ഇപ്പം മൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തില്ല, നമ്മൾ വെള്ളം ഒലിച്ചു പോകാൻ സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ അവിടെ വെള്ളക്കെട്ടുണ്ടാവും. നമ്മുടെ ഇവിടെ എപ്പോഴും വെള്ളക്കെട്ടുണ്ടാവും. ഇത് ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾക്ക് സമ്മർ ടൈം ആകുമ്പോൾ, ഒരു ഫെബ്രുവരി മാർച്ച് ടൈം ആകുമ്പോഴത്തേക്കും നമ്മുടെ കിണറുകളിൽ, നമ്മുടെ കുഴൽ കിണറിലൊന്നും വെള്ളം കിട്ടത്തില്ല. അപ്പം നമ്മൾ കുടിവെള്ളത്തിനും മറ്റുമൊക്കെ ആയിട്ട് പൈപ്പ് വാട്ടറിനെയാണ് ആശ്രയിക്കുന്നത്, വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളത്തിനെ ആശ്രയിക്കുന്നത്. പക്ഷെ അതും എല്ലാ ദിവസവും എല്ലാ സമയത്തൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ മറ്റാവശ്യങ്ങൾക്ക്, പാത്രങ്ങൾ കഴുകാനും അലക്കാനും മറ്റു കുളിക്കുന്ന ആവശ്യങ്ങൾക്കും മറ്റുമൊക്കെ ഈ പോണ്ടിലെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫെബ്രുവരി മാർച്ച് സമയമാകുമ്പോൾ നമുക്ക് ഈ വെള്ളം കിട്ടാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പോൾ നമ്മളുടെ ജീവിത സാഹചര്യം വളരെ മോശമായി മാറും. സാർ ഇതിനൊരു പരിഹാരം കാണണം, സാർ NH മറ്റേതെങ്കിലും ഒരു ഏരിയയിലേക്ക് റീറൂട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഒന്ന് നോക്കണം എന്ന് നിങ്ങളോട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ നാട്ടുകാർ അവരുടെ പ്രശ്നം നിങ്ങളോട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കുമ്പോഴെന്താ പ്രശ്നം? ഓൾറെഡി NHന്റെ ഡെവലപ്മെന്റ് ഭയങ്കരമായിട്ട് ഡിലേഡ് ആണ്. പ്രത്യേകിച്ചും അതിന്റെ ലാൻഡ് അക്വയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ഇപ്പോഴാണ് മൊത്തം ഏരിയ ഒന്ന് അക്വയർ ചെയ്ത് കിട്ടിയത്. സമാധാനത്തോടെ ഇരിക്കുമ്പോഴാണ് നാട്ടുകാർ വരുന്നതായിട്ടുള്ളത്. അപ്പോൾ നാട്ടുകാർ പറയുന്നത് എന്താ, ഇപ്പൊ അക്വയർ ചെയ്ത ഏരിയസിനെ ഒഴിവാക്കിക്കൊണ്ട് മൊത്തത്തിൽ ഒരു റീറൂട്ടിങ് നടത്തണം, കാരണം ആ പോണ്ടിനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ, നിങ്ങളൊരു കളക്ടറാണ്, നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രശ്നത്തെ ഹാൻഡിൽ ചെയ്യുക? ഈ പ്രശ്നത്തെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്ന് ഞാൻ ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടണമെന്നില്ല. കാരണം നിങ്ങൾ ഇന്ന് ആസ് ഓൺ ഡേറ്റ് ഒരു കളക്ടർ അല്ല. പക്ഷേ നിങ്ങൾ കളക്ടർ ആവുന്നതിന് മുന്നേ തന്നെ ഈ പ്രശ്നത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ യു ആർ സ്യൂട്ടബിൾ ടു ബിക്കം എ കളക്ടർ, അല്ലെങ്കിൽ യു ആർ സ്യൂട്ടബിൾ ടു ബിക്കം an IAS ഓഫീസർ. സോ നിങ്ങൾ എന്താണ് ആവാൻ ശ്രമിക്കേണ്ടത്? നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്താനുള്ള പരിഹാരം കണ്ടെത്താനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലം സോൾവിംഗ് പോലുള്ള സ്കില്ലുകൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു IAS ഓഫീസർ ആവാനുള്ള വഴി എന്ന് പറഞ്ഞത്. അപ്പോൾ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് പഠിക്കുന്നതിനെ കുറിച്ചോ റിവിഷൻ ചെയ്യുന്നതിനെ കുറിച്ചോ പ്രാക്ടീസ് ചെയ്യുന്നതിനെ കുറിച്ചോ അല്ല, നിങ്ങൾക്ക് ഒരു സിവിൽ സർവന്റിന്റെ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ UPSCക്ക് ആവശ്യമുള്ളത് അത്തരം ക്വാളിറ്റീസ് ഉള്ള അല്ലെങ്കിൽ നിയർ ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരെയാണ്. സോ ദാറ്റ് അവർക്ക് വേഗത്തിൽ ട്രെയിൻ ചെയ്ത് അവർക്ക് സിവിൽ സർവീസിലേക്ക് അവരെ അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റീസ് ഉണ്ടോ എന്ന് ഞാൻ ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് വേണ്ടത് എന്ന് പോലും അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം അറിയണം. നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തൊക്കെയാണ് ആ ക്വാളിറ്റീസ് വേണ്ടതെന്നും ആ ക്വാളിറ്റീസ് നമുക്ക് എങ്ങനെ അക്വയർ ചെയ്യാം എന്നുള്ളതാണ്, എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതാണ്. കാരണം ഇന്ന് നിങ്ങൾ ജസ്റ്റ് ഒരു ആസ്പിരന്റ് മാത്രമാണ്. ഈ ഒരു ആസ്പിരന്റ് എങ്ങനെ ആ ക്വാളിറ്റീസ് അക്വയർ ചെയ്തെടുക്കാം, അതുവഴി നിങ്ങൾക്ക് എങ്ങനെ UPSCയുടെ സിവിൽ സർവീസ് എക്സാം പാസ്സാവാം, വിജയിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അപ്പോൾ ക്വാളിറ്റീസ് അക്വയർ ചെയ്താൽ മാത്രം മതിയോ, പഠിക്കൊന്നും വേണ്ടേ? സിവിൽ സർവീസ് എക്സാമിന് പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂ ഒക്കെ ക്വാളിറ്റീസ് അക്വയർ ചെയ്താൽ എങ്ങനെ പാസ്സാവുന്നത്? അപ്പോൾ ഇവിടെയാണ് ക്യാച്ച് ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് ക്യാച്ച് ഇരിക്കുന്നത്. ഓർത്ത് വെക്കുക, UPSC നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസ് തന്നിട്ടുണ്ട്. ഈ സിലബസ് നിങ്ങൾ സിലബസിലൂടെ കൃത്യമായിട്ടുള്ള രീതിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റീസ് ഡെവലപ്പ് ആവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്വാളിറ്റീസ് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ UPSC പ്രിപ്പറേഷൻ ചെയ്യുന്നതായിട്ടുള്ളത്. അല്ലാതെ ഇതിനു വേണ്ടി പ്രത്യേക ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുകയല്ല വേണ്ടത്. നിങ്ങൾ UPSC പ്രിപ്പറേഷൻ കൃത്യമായിട്ട് സിലബസ് പ്രകാരം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ക്വാളിറ്റീസ് നിങ്ങൾക്ക് അക്വയർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ
ആദ്യത്തെ കാര്യം അറിയേണ്ടത് എന്തൊക്കെയാണ് ഈ ഒരു ക്വാളിറ്റീസ് നമുക്ക് വേണ്ടത്. രണ്ടാമത്തെ കാര്യം അറിയേണ്ടത് എങ്ങനെ UPSC പ്രിപ്പറേഷനിലൂടെ നമുക്ക് ഈ ഒരു ക്വാളിറ്റീസ് അക്വയർ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു രണ്ട് കാര്യങ്ങൾ അതെങ്ങനെ നമുക്ക് റൂട്ടീനായിട്ട് UPSC പ്രിപ്പറേഷനിലൂടെ ഈ ഒരു ക്വാളിറ്റീസ് അക്വയർ ചെയ്തെടുത്തുകൊണ്ട് അതുവഴി UPSCയുടെ പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും പാസ്സാവാം, വിജയിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. വെറും 7 വീഡിയോസ് മാത്രമാണ്. ഇതേപോലുള്ള 7 വീഡിയോസിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വിഷയമാണ് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇപ്പോ നിങ്ങൾക്ക് UPSC സിവിൽ സർവീസ് എക്സാം പ്രിപ്പറേഷനെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാടിൽ ചെറിയൊരു ഷിഫ്റ്റ് ഉണ്ടായതായിട്ട് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് തോന്നും ഓക്കെ ഈ ഒരു രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. കാരണം ഈ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ പഠിക്കുകയോ ഓർമ്മിച്ചു വെക്കുകയോ ശ്രമിക്കുവാൻ മാത്രമല്ല ചെയ്യുന്നതായിട്ടുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ ഒരു ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങളൊരു പ്രോബ്ലം സോൾവർ ആയിട്ട് മാറും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചുറ്റും വരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ അടുത്ത വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതെന്ന് മനസ്സിലാക്കും. ഈ ഒരു ക്വാളിറ്റീസ് എങ്ങനെയാണ് സിവിൽ സർവീസ് എക്സാം പ്രിപ്പറേഷനിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാമെന്ന് മനസ്സിലാക്കും. അതുവഴി എങ്ങനെ നമുക്ക് പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂ ഒക്കെ വിജയിക്കാമെന്ന് മനസ്സിലാക്കും. അതിനുശേഷം അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഡെയിലി റൂട്ടീൻ ഉൾപ്പെടെ നമ്മൾ ഈ ഒരു വീഡിയോ സെഷനിൽ ഈ ഒരു കോഴ്സിലൂടെ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷനോടുകൂടി ഞാൻ ഈ ഒരു സെഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഉടൻ തന്നെ കാണുക. കൃത്യമായിട്ട് ആ ക്വാളിറ്റീസിനെ മനസ്സിലാക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുത്ത ദിവസം മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്ക് പ്രിപ്പറേഷനെ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ സീരീസ് എന്ന് പറയുന്നത് നമ്മുടെ ലേണേഴ്സിന്റെ പുതിയൊരു കോഴ്സ് ഹൗ ടു ട്രാൻസ്ഫോം യുവർ സെൽഫ് ഇൻ ടു IAS ഓഫീസർ എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ കോഴ്സിലെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ലേണേഴ്സ് ആപ്പിൽ ത്രൂ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് 499 രൂപയാണ്. അതായത് ഏകദേശം ഒരു 4 മണിക്കൂറോളം ഡ്യൂറേഷനുള്ള കോഴ്സാണ്. ഈ ഒരു കോഴ്സിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ എക്സാമിനെ കുറിച്ചിട്ട് നല്ലൊരു ഓവർവ്യൂ, അതായത് ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയെ കുറിച്ചുള്ള ഓവർവ്യൂ നന്നായിട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് ആക്സസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ലേണേഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആദ്യം ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ ഒരു 25 പേർക്ക് ലേണേഴ്സ് ഈ ഒരു കോഴ്സ് 399 രൂപയ്ക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓർത്ത് വെക്കുക, ആദ്യത്തെ 25 പേർക്ക് മാത്രമേ ഈ ഒരു ഇൻട്രൊഡക്ടറി ഓഫർ ആയിട്ട് 399 നൽകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.